വീഡിയോയിൽ അന്തരീക്ഷ പാളികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അന്തരീക്ഷ പാളികൾ പ്രധാനമായിട്ടും 5 അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമുക്ക് ട്രോപ്പോസ്ഫിയറിലേക്ക് കടക്കാം. ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഏതാണ്ട് 8 മുതൽ 18 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുകയാണ്. 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെ. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉയരം, അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ. അതുപോലെ ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് ഇടിമിന്നല്, കാറ്റ്, മഴ ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? ട്രോപ്പോസ്ഫിയറിൽ നിന്നാണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലായിട്ടുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നു ട്രോപ്പോപാസ്. ഏതാണ്? ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയർ ഏതാണ്ട് 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു, മുകളിലോട്ട് വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ ഓസോൺ പാളി നിലകൊള്ളുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി നിലകൊള്ളുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതുപോലെ ഓസോൺ പാളിയെക്കുറിച്ച് നമുക്കറിയാം. ഭൂമിയിലേക്ക് വരുന്ന എക്സ്റേ, അൾട്രാവയലറ്റ് തുടങ്ങിയവയെ തടഞ്ഞു നിർത്തുന്നതാണ് ഓസോൺ പാളിയാണ്. ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16 അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും തൊട്ട് മുകളിലത്തെ പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നു എന്താണ്? സ്ട്രാറ്റോപാസ്. അതുപോലെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഓസോൺ സുഷിരത്തിന് കാരണമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ സുഷിരത്തിന് കാരണം. അതുപോലെ തന്നെ മീസോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണ്. മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് നിലകൊള്ളുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന തണുപ്പേറിയ ഒരു അന്തരീക്ഷ മണ്ഡലമാണ്. ഉൽക്കകൾ കത്തിയെരിഞ്ഞു പോകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. ഏതാണ്ട് മുകളിലോട്ട് 85 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. മീസോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എന്ത്? തെർമോസ്ഫിയർ. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ് ആണ്. എന്താണ്? മീസോപാസ് ആണ്. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുകയാണ്, ഊഷ്മാവ് കുറയുകയാണ്, അല്ലെങ്കിൽ തണുപ്പ് കൂടുകയാണ്. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അയണോസ്ഫിയർ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. അതുപോലെ തെർമോസ്ഫിയറിലെ അയണോസ്ഫിയറാണ് വയർലെസ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ നിലകൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ പൊതുവെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ്. അതുപോലെ തന്നെ വായു വളരെ നേർത്തതാണ്. അതിലുപരിയായിട്ട് അന്തരീക്ഷം ബഹിരാകാശവുമായി ചേരുന്നത് എവിടെ വെച്ചാണ്? എക്സോസ്ഫിയറിൽ വെച്ചാണ്. എക്സോസ്ഫിയറിൽ വെച്ചാണ്.